സൺഡേ ആയതുകൊണ്ട് നമ്മൾ ഇത്തിരി ലോങ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പം ഇന്നത്തെ തുടങ്ങി രാവിലത്തെ തുടങ്ങി വൈകുന്നേരം വരെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. രാവിലെ തുടങ്ങി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. 8 മണി 7 അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. 8 മണി മുറ്റടിച്ചു. പിന്നെ ഡ്രസ്സ് തിരുമ്പിടാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ തിരുമ്പിട്ടു. പിന്നെ ചിയാ സീഡിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അതിപ്പോൾ കുറച്ച് നാളല്ല എന്ന് കുടിച്ചിരുന്നതാണ്. ഇപ്പോൾ പിന്നെ ഒരിടയ്ക്ക് നിർത്തി, പിന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ചിയാ സീഡിട്ടുള്ള വെള്ളം കുടിച്ചു. പിന്നെ ഞാൻ ഓട്സ് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് പല്ല് വയ്ക്കാം. പല്ല് തേച്ചിട്ടില്ല, പല്ല് തേച്ചിട്ട് തുടങ്ങാം. വാങ്ങാൻ എന്തുട്ടാ തിന്നാ? ഓ എൻ്റെ പൊന്നേ, ചാച്ചു പണിക്ക് പോയി, കമ്പനി പോയി. എന്തുട്ടാ തിന്നണേ? ബ്രെഡ്. ഇവന് ഇഷ്ടമാണോ ബ്രെഡ്? ഇഷ്ടാ? സൂപ്പറാണോ? ഒന്നും കേൾക്കില്ല പറഞ്ഞാൽ. വായിൽ ബ്രെഡ് കയറ്റിട്ട് പയ്യത്തിന് വേണ്ടേ? കട തുപ്പിക്കണ്ട. കഴിഞ്ഞു അവിടെ തീക്കഴിഞ്ഞു പോവാണ് അച്ഛൻ്റെ അടുത്തേക്ക്. ചാട്ടം അച്ചാച്ചൻ്റെ അടുത്തേക്ക് പോവാ. ഓ പോട്ടെ. എന്തിനാ കിടക്കണേ? ഫോൺ കിട്ടാൻ തന്നെ അല്ലേ കിടക്കണേ? അവിടെ കിടന്നോ? രാവിലെ തന്നെ ഫോൺ വേണം നീ. പൊട്ടിച്ചു പോയി. എന്ത് തുടയ്ക്കാനുണ്ടല്ലോ ദൈവമേ. ഇതാണ് നമ്മുടെ അടുപ്പിട്ടോ. ഇപ്പം ഈ കുട്ടീനെ അപ്പുറത്ത് കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് സവാള ഇവിടെ വെച്ചിട്ട് പോയിക്കണം കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ അച്ഛന് ലീവാണ്. ചിക്കനപ്പം നമ്മുടെ വരട്ടി വെച്ചിട്ടുണ്ട് അമ്മ. അപ്പം നമ്മൾ റെഡിയാക്കണം. സവാള അമ്മ അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ അടുപ്പത്ത് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. ഗ്യാസിന് ക്ഷാമമല്ലേ? അപ്പം നമ്മൾ ഗ്യാസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. എന്നാലും നമ്മൾ ക്ഷാമമായതുകൊണ്ട് അടുപ്പത്ത് വെക്കാമെന്ന് വെച്ചു. ഓ ഓറഞ്ച് തിന്നാണോ? തുപ്പിടണ അത് എന്നിട്ടടി ചെയ്യണത്? തുപ്പിട തിന്നി പേരടിച്ച് വരണം എനിക്ക് ഗൈസ്. അപ്പം നമുക്ക് ഈ ഊട്ടിനെ കുടിപ്പിച്ചിട്ട് വേണം ചിക്കൻ കറി റെഡിയാക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേരടിച്ച് വരാനുണ്ട്. അപ്പോൾ പേരടിക്കണം. പിന്നെ എന്നിട്ടാ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ നമുക്ക് ആ പണി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണ്ട. എല്ലാവർക്കും അറിയണമല്ലോ, നമ്മൾ ഞായറാഴ്ച ദിവസം ഒരു കറി ഉണ്ടാക്കുള്ളൂ, ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ്. പിന്നെ ഒന്നും ഉണ്ടാക്കാറില്ല, വലുത്തോ അങ്ങനെ സാധനങ്ങളും ഉണ്ടാക്കാറില്ല. പോവാം. ശരി, ഇവരെ കാണാം. അച്ഛമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും ഡ്രസ്സ്. അത് കുഴപ്പമില്ല, ഒന്നും കൂടെ തുന്നാം. അത് പറയുന്നു തുന്നാം. ദേ ഊരല്ലേ അച്ഛനെ നോക്കണില്ല, നോക്കിയിട്ടില്ല. വെള്ളം ഇറങ്ങി. ഓ നിന്നെ കുളിപ്പിച്ച് കയറ്റിയതല്ലേ, പിന്നെന്താണ് അവിടെ? ഇങ്ങടെ പേപ്പർ പൊട്ടിച്ചേ.
നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിനിടെ പേര് അടിക്കാം കേട്ടോ. തുമ്പിവാ തുമ്പിക്കുടത്തിൽ തുഞ്ചത്താ ഊഞ്ഞാലിടാം ആഴത്തിൽ തൊട്ടി വരാം തുമ്പിവാ തുമ്പിക്കുടത്തിൽ തുഞ്ചത്താ ഊഞ്ഞാലിടാം ആകാശം ആഴത്തിൽ തൊട്ടി വരാം. കിന്നര ചൊല്ലുന്ന കാറ്റ് കിന്നര കുയില് വാ നീ കാറ്റും വിളഞ്ചാൽ അപ്പൂപ്പൻ താഴെ കാറ്റിൽ പറന്നു പറന്നു പൊങ്ങി കാറ്റിൻ്റെ ഇടവായി ഒരു മിൻസാരപ്പാ. എന്തുട്ടാണ് അമ്മ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയല്ല കേട്ടോ, അമ്മ ഉണ്ടാക്കിയത്. ഇനി എന്തൊക്കെ എനിക്ക് റെഡിപ്പ് വേണ്ട അതൊക്കെ വെച്ചോക്കാം. ടേസ്റ്റൊക്കെ നമ്മളെ സൂപ്പറാ. ഉപ്പുണ്ട്, എരിവുണ്ട്, അധികം എരിവ് വേണ്ട. ഇറക്കി വയ്ക്കാൻ പോകണ്ട ഗൈസ്. വാഴക്കുഴി കുത്തുന്നു അച്ഛൻ. നമ്മളെ വീട്ടിലുണ്ടായ ചക്കയും റംബൂട്ടാനും കാണിച്ചാൽ കേട്ടോ ഗൈസ്. നമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ റംബൂട്ടാൻ. ഇപ്രാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട്. കുറേ നാളായി വെച്ചിട്ട്, ഉണ്ടാവുണ്ടായിരുന്നില്ല. കണ്ടോ കണ്ടോ കായ വിരിഞ്ഞ് കണ്ടോ. അതിൻ്റെ ഇപ്രാവശ്യം ഊട്ടിക്ക് തിന്നാനുള്ളതായിട്ടുണ്ട്. അതാണ് നമ്മുടെ റംബൂട്ടാൻ. പിന്നെ ചക്ക, കുറേ നാളായി ചക്ക നമ്മളെ വീട്ടിൽ ഉണ്ടായിട്ട് കുറേ നാളായി ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. രണ്ട് ചക്കയുള്ളൂ കേട്ടോ നമുക്ക്. വഴുതന തൈ കളയണ്ടല്ലേ? അത് വഴുതന തൈ അല്ലേ? കുമ്പളങ്ങ ആ തെങ്ങും തൈ കളയണ്ട ടച്ചാ. ആ പനിക്കുറിക്കാൻ കേട്ടോ. നമ്മളെ വീടിൻ്റെ പുറകിൽ മാങ്ങയുണ്ട് കേട്ടോ. കോമാങ്ങയാണ് കേട്ടോ. ചില സ്ഥലത്ത് തൊടികയ്പെന്ന് പറയൂ കേട്ടോ ഈ മാവിന. നമ്മളെ ഫ്രണ്ടിലും ആ മാങ്ങയുണ്ട് കേട്ടോ. ഇപ്രാവശ്യം കുറേ നാളായി അങ്ങനെ ഇതാവാറുണ്ട്, മാങ്ങ ഉണ്ടാവാറില്ല. ഇപ്പോൾ ഇപ്രാവശ്യം ഉണ്ടായതാണ്. കുറേ ഉണ്ടായിട്ടുണ്ട്, കുറേയൊക്കെ പോയി, പിന്നെ കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് കഴിക്കാൻ അത്ര ഇതില്ല. പഴുത്തിട്ട് കഴിക്കുമ്പോൾ ഒരു ഇതാണ്. പിന്നെ അധികം എടുക്കാറില്ല ഞങ്ങൾ. ആൾക്കാരെല്ലാവരും വന്ന് പറിച്ചിട്ട് പോകാറുണ്ട്. ഞങ്ങൾ ഫ്രണ്ടിലെ മാങ്ങയാണ് കൂടുതലും എടുക്കാറ്. പിന്നെ ഫ്രണ്ടിലുള്ളത് മൂവാണ്ടൻ കേട്ടോ. മൂവാണ്ടന് പിന്നെ പേരൊന്നുമില്ല. വേർത്ത് കുളിച്ചു ഗൈസ്. കുളിച്ചിട്ട് വേണം ഇനി വീഡിയോ എടുക്കാൻ. നമ്മൾ ചട്ടിയിൽ നിന്ന് ഈ പാനിലോട്ട് മാറ്റാൻ കേട്ടോ. നിറച്ച് കരിയാവും അടിയിൽ. ഇതിൻ്റെ ഉള്ളിൽ വെക്കണം കേട്ടോ. ഇപ്പോൾ വെള്ളം വെക്കണം കേട്ടോ. തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കണം, കുടിക്കാനായിട്ടുള്ള. ചട്ടിലാക്കണം. ഗ്യാസിൻ്റെ കുറവ് കൊണ്ട് നമ്മൾ അടുപ്പത്ത് വെക്കണം. പക്ഷെ ഇതിന് ഗ്യാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഭാരതിൻ്റെ ഗ്യാസാണ് കിട്ടിയത്. ഈ കുട്ടി എന്തെടുക്കണു? ഈ കുട്ടി നമ്മളെ വീടിൻ്റെ പുറകിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്നുണ്ടേ. അവളെ കിട്ടിയപ്പോൾ പിന്നെ അവളെ തന്നെ മതി. അപ്പോൾ അവൾ സെറ്റാണ് കുട്ടി. അവളുടെ കൂടെ ഭയങ്കര കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അവിടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് കുറേ പണികളൊക്കെ തരും. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടാകാറുള്ള ചെറിയ സീതപ്പഴം ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. വേറെ നാട്ടിലെങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയില്ല സീതപ്പഴം. ഇത് ഇങ്ങനെ അത്രയും മുകളിൽ പോയിട്ട് ഹൈറ്റിൽ പോയിട്ടുണ്ട് കുറച്ച്. അത്രയും ഹൈറ്റിൽ പോകാറില്ല, പക്ഷെ
ഞങ്ങൾ എൻ്റെ വീട്ടിൽ കൊടുങ്ങല്ലൂരാണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടാവാറുള്ളത് ചെറുതാണ് ഉണ്ടായിട്ടുള്ളത്, അത്ര വലുതായിട്ടില്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വെച്ചതാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ ടൈമിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇപ്പോൾ കുറേ നാളായി ഉണ്ടാവാറുണ്ട്, പക്ഷേ അധികം ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം പൂടിട്ടുണ്ട് കുറേ, അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ മേലെയൊക്കെയാണ് കേട്ടോ, കണ്ടോ മുകളിലൊക്കെയാണ് വെട്ടിക്കണത്. നല്ല ടേസ്റ്റ്, നല്ല പഴുത്ത് കഴിഞ്ഞപ്പോൾ നല്ല കുരു കളഞ്ഞപ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഊട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴം തിന്നാനായിട്ട്. മാക്സിമം ഊട്ടിക്ക് കൊടുക്കും, ഞങ്ങൾ തിന്നും. ഇപ്പം ചിലപ്പോൾ കിട്ടാറില്ല, ചിലപ്പോൾ കിളി കൊത്തി തിന്നൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പേരയ്ക്ക പൂത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ പേരയ്ക്കുണ്ട് സൈഡിൽ തന്നെ, പക്ഷേ ഇപ്രാവശ്യം പൂത്തില്ല. പക്ഷേ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. മഴ പെയ്തപ്പോൾ ചെറിയ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, കണ്ട മുട്ടൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ചിലപ്പോൾ പേരയ്ക്ക ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ പൂ ഇട്ടിട്ടുണ്ട്. അതെ നല്ല മധുരമാണ് കേട്ടോ. പക്ഷെ വലിയ പേരയ്ക്കും വണ്ടക്കം പേരയ്ക്കും വന്നിട്ട് പൂച്ചിടുമ്പോൾ നല്ല മധുരം. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കേടായിപ്പോവും, അതാണ് പ്രശ്നം. നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ കേടായിപ്പോവും. ഒരു പ്രാവശ്യം നമുക്ക് വേഗം പഴുപ്പിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, നിർത്തി പഴുപ്പിച്ച് കവറൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായി. പക്ഷെ ഇപ്പോൾ അറിയില്ല, പുഴു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഫ്രണ്ടിൽ മാങ്ങ നമുക്ക് കാണാം കേട്ടോ, മാങ്ങയുണ്ട് ഫ്രണ്ടിൽ. അപ്പം നമുക്ക് അതും കൂടെ ഒരു ചെറിയ ഈ വ്ളോഗിനുള്ളിൽ ആഡാക്കണം എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് കേട്ടോ ആഡാക്കണത്. നമ്മളെ വീടും പരിസരവും കണ്ടിട്ടില്ലല്ലോ, ചിലർ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡിലുള്ള പോർഷൻ കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ നട്ടിട്ടുണ്ട്, പുറകിലും ഇങ്ങനെ നട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലാണ് ചെടികളൊക്കെ നട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കാറിടുന്ന പോർഷനാണ് കേട്ടോ, കാർ പോർച്ച്, ചെറിയ കാർ പോർച്ചാണ്. അത് മഴ പെയ്യുന്ന വെച്ചാൽ സൈഡിലിട്ടതാണ്. പക്ഷേ ഇത് നമ്മൾ ഇവിടെ തൽക്കാലം ഇട്ടിക്കണം കേട്ടോ. ഫ്രണ്ടിലോട്ടാണെങ്കിൽ കാർ പോർച്ച് പണിയുള്ളൂ. അപ്പോൾ തൽക്കാലം ഇട്ടിക്കണം. നമ്മൾ വീട്ടിലും മതിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, തുറന്നെടുക്കുകയാണ്. ഇത് നമ്മുടെ കിണറാണ് കേട്ടോ. കിണർ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഓരാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ കോരി കേട്ടോ. പണ്ട് തറവാട്ടിലൊക്കെ ഉള്ളപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ കോരി വെള്ളം എടുക്കണ ഒരു ഇതുണ്ട്. അപ്പം ഞങ്ങൾക്ക് കോരിയിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ മാവ് കേട്ടോ. മാങ്ങയുണ്ട് കേട്ടോ, മൂവാണ്ട മാങ്ങയാണ്. അവിടെ ഇവിടെയൊക്കെ മാങ്ങയുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ മുകളിൽ പോയി പൊട്ടിക്കും, ഉപ്പിടും, ഉപ്പും എരിവൊക്കെ ഇടും, എന്നിട്ട് തിന്നും കേട്ടോ. പിന്നെ നമ്മൾ മൂവാണ്ട മാങ്ങ കൂടുതലും അച്ചാറിടാനും പിന്നെ ഇടയ്ക്ക് വെറുതെ ഉപ്പും മുളകും ഇട്ടിട്ട് വെറുതെ അച്ഛനെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ട് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഫ്രണ്ടിലിങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ബോഗൺവില്ലയൊക്കെ ആകെ സുഖം ഉണ്ടായിരുന്നില്ല, വെട്ടി ശരിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ വെട്ടി നിർത്തുകയാണെങ്കിൽ നന്നായിട്ട് പൂവുണ്ടാവും കേട്ടോ. നല്ല വെയിൽ വേണം, അപ്പോൾ നന്നായിട്ട് പൂവുണ്ടാവും. പിന്നെ ഞാൻ വെട്ടി നിർത്തിയിരുന്ന് കുറേ കൊമ്പുകൾ പൊടിപ്പിക്കാൻ നോക്കിയിട്ടും പൊടിക്കുന്നുണ്ടായിരുന്നില്ല, ഒന്നും പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കളർ മാത്രം പൊടിച്ചിട്ട്, അത് ഈ കളറാണ്. ഈ താഴെ നിൽക്കണ ചെടിച്ചെടിയില്ലേ, അത് ഫുള്ള് ഞാൻ വെച്ച് കൊടുത്തതാണ്. അതൊരൊറ്റ കളർ, ആ കളർ മാത്രം പിടിച്ചു കൊടുക്കും ഗൈസ്. അപ്പോൾ ഈ സാധനം ബഡ് ചെയ്യാണ്ട് നമ്മൾ പിടിച്ചിട്ട് കാര്യമില്ല. വാങ്ങിക്കുമ്പോൾ ബഡ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് കുത്തിയിട്ട് ഒരു കാര്യമില്ല, പിടിക്കില്ല. ചിലത് പിടിക്കും, ചിലത് പിടിക്കില്ല. പക്ഷേ ഞാൻ ഒരു പിടിക്കണേ ഇല്ല. നമ്മൾ വാങ്ങിച്ചതാണ് ബഡ് ചെയ്തത്, ഓരോന്നോരോന്ന് വാങ്ങിച്ച് ഇങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇങ്ങനത്തെ കുറേ ചെടികളുണ്ട് കേട്ടോ. ഇത് പിന്നെ മിക്കവരുടെ വീട്ടിലും ഉണ്ട്, പക്ഷേ ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അത് കുറേ ഉണ്ടായി വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. പിന്നെ അതായത് ഇങ്ങനത്തെ നല്ല പൂവുണ്ടായിരുന്നു. ഈ പൂവ് പൊട്ടിച്ചുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ പൂവുണ്ടായിരുന്നതാണ് കേട്ടോ അതിൽ. അത് നല്ല പൂവുണ്ടായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് അതിന് നല്ല വെയിൽ വേണം കേട്ടോ ചെടിക്ക്. പിന്നെ ഇങ്ങനത്തെ പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റ് ഉള്ളിൽ വെക്കുന്നതാണ്, പക്ഷേ ഞങ്ങൾ പുറത്താണ് എടുത്ത് വയ്ക്കുന്നത് സ്നേക്ക് പ്ലാന്റ്. അത് ഉള്ളിൽ വെക്കുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ നിറച്ച് ചെടികൾ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ചെടികളാണ് അകത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വാടകയ്ക്ക് വന്നവർക്ക് കുറച്ച് ഒരു വണ്ടി പോകേണ്ട ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വഴി കൂടെ വണ്ടി പോകും കേട്ടോ, സ്കൂട്ടി. അപ്പോൾ അവിടെ അച്ഛനമ്മയും പണിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംഭാരം ഉണ്ടാക്കാനാണ് ഇപ്പം അമ്മ പറഞ്ഞിരിക്കുന്നത്. അമ്മ വന്നിട്ട് പറഞ്ഞു സംഭാരം ഉണ്ടാക്കാൻ, വെയിലല്ലേ, അപ്പം അച്ഛൻ പണിയെടുക്കുകയാണല്ലോ, അപ്പോൾ സംഭാരം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് മോരെടുത്ത് മിക്സിയിലിട്ട് അടിച്ച് ഇഞ്ചിയും പച്ചമുളകും വെച്ചിട്ട് സംഭാരം ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ഫ്രിഡ്ജിൻ്റെ കോലം നോക്കണ്ട കേട്ടോ, നിറച്ച സാധനങ്ങളാണ്. ഫ്രൂട്ട്സും അതൊക്കെയാണ് കേട്ടോ, പപ്പായ അതൊക്കെയാണ്. നമ്മളിപ്പം ഫുള്ള് ഡയറ്റ് സാധനങ്ങൾ, ഡയറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഞാനായാലും അതേ ഡയറ്റ്, ഇപ്പോൾ ഡയറ്റിങ്ങിലാണ്. അപ്പോൾ ഫുള്ളതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എപ്പോഴും അതേ ഫ്രൂട്ട്സ് ഉണ്ടാവും, കുറേ വെജിറ്റബിൾസ്, അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ.
അപ്പോൾ നമുക്ക് സംഭാരം ഉണ്ടാക്കാൻ പോവാം. ഇതിലാണ് നമ്മുടെ മോര് ഒഴിച്ചൊക്കെ പറ്റും. അപ്പോൾ കുറച്ചെടുക്കാം തൈര്, എന്നിട്ട് നമുക്ക് അടിക്കാം മിക്സിയിലിട്ട്. നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പ് ടേസ്റ്റ് ചെയ്യാം. സവാള ഇടാം. സവാള ഇട്ടിട്ടുണ്ട്, കുറച്ചിടാൻ മതി കേട്ടോ. പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചതച്ചതാണ് കേട്ടോ നമ്മൾ മല്ലിയിലിട്ട് ചതച്ചത്, അതിടുന്നുണ്ട്. മിക്സിയിലിട്ട് ചതയ്ക്കാൻ പറ്റുന്നില്ല, നല്ല എരിവ് വരും, അതുകൊണ്ടാണ്. അധികം എരിവ് വേണ്ട, ജസ്റ്റ് ചതച്ചാൽ മതി. നമ്മുടെ സംഭാരം ഇവിടെ റെഡിയിട്ടുണ്ട്. ഗ്ലാസ് എടുക്കാൻ കുടിക്കാം, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണേ. അപ്പോൾ ഓക്കെ, ബൈ.